ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം എന്ന് പറയുന്നത് ഒരു UDF അനുകൂല രാഷ്ട്രീയ സ്വഭാവമാണ്. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും UDFൽ വിശ്വസിക്കുന്നവരാണ്. ചില സമയങ്ങളിലൊക്കെ മാറി വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും പരിഗണിച്ചാൽ എനിക്ക് യാതൊരു സംശയവുമില്ല, ഇവിടുത്തെ വോട്ടർമാർ, കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർമാർ ഐക്യജനാധിപത്യ മുന്നണിയെ മാത്രമേ വിജയിപ്പിക്കൂ. നമസ്കാരം. കോട്ടയം ജില്ലയിൽ UDF സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ചാൽ മാത്രമേ കേരള കോൺഗ്രസ് വിജയിക്കൂ എന്ന് ഫ്രാൻസിസ് ജോർജ്. കോട്ടയം ജില്ലയിൽ ബഹുഭൂരിപക്ഷ ജനങ്ങളും UDFലാണ് വിശ്വസിക്കുന്നത്. ജനങ്ങൾക്ക് വാക്ക് കൊടുത്ത് വാക്ക് മാറിയാൽ ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാവില്ല. പക്ഷെ ജനങ്ങൾ തന്നെ വിശ്വസിക്കണമെന്നും താൻ വാക്കുമാറില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു സ്ഥാനാർത്ഥി. KM മാണി ചെയർമാനായിട്ടുള്ള പാർട്ടിയിൽ നിന്നും മാറേണ്ട സാഹചര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വളരും തോറും പിളരും, പിളരും തോറും വളരും എന്ന സിദ്ധാന്തം കോൺഗ്രസ് അല്ല, KM മാണി സ്വന്തമായി ഉണ്ടാക്കിയതാണ്. വളരും തോറും പിളരാനല്ല കേരള കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. പാർട്ടി ജനങ്ങളെ ചതിക്കുകയാണെങ്കിൽ എന്തിനാണ് പാർട്ടിയിൽ തുടരുന്നത് എന്ന ചോദ്യവും വീഡിയോയിൽ ഉന്നയിച്ചിരിക്കുന്നു ജോർജ്. ലോക്സഭാ മണ്ഡലം കോട്ടയം എന്ന് പറയുന്നത് ഇന്നും കേരള കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ UDF തന്നെയാണ് വിജയിച്ചതെങ്കിലും കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ശക്തമായ പ്രസ്ഥാനം ഇപ്പോൾ മറുഭാഗത്താണ്. ഈ സന്ദർഭത്തിൽ താങ്കൾ എങ്ങനെ കാണുന്നു കോട്ടയത്തെ ഇലക്ഷൻ? ഈ കേരള കോൺഗ്രസിനോടൊപ്പം കോട്ടയം നിരന്തരമായി നിന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഒരു ചരിത്രം നോക്കിയാൽ കേരള കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളായി പാർലമെൻറ്റ് അംഗങ്ങളായി ശ്രീ വർക്കി ജോർജ്, അതിനുശേഷം ശ്രീ സ്കറിയ തോമസ്, അതിനുശേഷം ശ്രീ ജോസ് കെ മാണി, പിന്നീട് ശ്രീ തോമസ് ചാഴികാടൻ, ഇവരൊക്കെ വിജയിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ്സുകൾ എപ്പോഴും UDFൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള അവസരത്തിലാണ് ഇവരൊക്കെ വിജയിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ തോമസ് ചാഴികാടൻ വിജയിക്കുന്നതും UDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു, ഭൂരിപക്ഷം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നത് LDF സ്ഥാനാർത്ഥിയായിട്ടാണ്. LDF ഇവിടെ വിജയിച്ചിട്ടില്ല എന്ന് ഞാൻ സുരേഷ് കുറുപ്പൊക്കെ LDF കാൻഡിഡേറ്റായിട്ട് ഇവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്, 1-2 വട്ടം വിജയിച്ചിട്ടുണ്ട്. അതിന് മുൻപെടുത്താൽ ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെ നിന്ന് വിജയിച്ചു. അങ്ങനെ UDF ആണ് ഏറ്റവും കൂടുതൽ കാലം കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിദാനം ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം എന്ന് പറയുന്നത് ഒരു UDF അനുകൂല രാഷ്ട്രീയ സ്വഭാവമാണ്. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും UDFൽ വിശ്വസിക്കുന്നവരാണ്. ചില സമയങ്ങളിലൊക്കെ മാറി വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും പരിഗണിച്ചാൽ എനിക്ക് യാതൊരു സംശയവുമില്ല, ഇവിടുത്തെ വോട്ടർമാർ, കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർമാർ ഐക്യജനാധിപത്യ മുന്നണിയെ മാത്രമേ വിജയിപ്പിക്കൂ. അപ്പോൾ അതുകൊണ്ട് കേരള കോൺഗ്രസ് അപ്പുറത്താണ്, LDFലാണ്, കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് ഇവിടെ മത്സരിക്കുന്നത് എന്നുള്ളതൊന്നും ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ്ലി നോക്കുമ്പോൾ ജയത്തെയോ പരാജയത്തെയോ ഒന്നും നിശ്ചയിക്കാൻ പോകും. എനിക്ക് തോന്നുന്നു 1950 ശേഷം കേരള കോൺഗ്രസ്സുകാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇപ്പോഴായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി തന്നെയല്ലേ? അത് ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ വരുമ്പോൾ കേരള കോൺഗ്രസ് തമ്മിൽ തല്ലുന്ന ആൾക്കാരാണെന്നുള്ള ചിന്തയിൽ ഈ ആളുകൾ എങ്ങനെ അങ്ങനെ കാണേണ്ട കാര്യമില്ല, അങ്ങനെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോൾ രാഷ്ട്രീയമായി അവർ UDF വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഞങ്ങൾ UDFൽ തുടരുന്നു. സ്വാഭാവികമായും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഏറ്റുമുട്ടണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല, ഈ ഒരു സീറ്റ് മാത്രമേ കേരള കോൺഗ്രസ്സിന് തരാനായിട്ടുള്ളൂ. കാരണം ബാക്കി സീറ്റുകളിലെല്ലാം തന്നെ കോൺഗ്രസ് വിജയിച്ച് നിൽക്കുന്നു, 2 സീറ്റിൽ മുസ്ലിം ലീഗ് വിജയിച്ച് നിൽക്കുന്നു, കൊല്ലം ഒരു സീറ്റിൽ RSP വിജയിച്ച് നിൽക്കുന്നു. ഞങ്ങളുടെ പാർട്ടിക്ക് മത്സരിക്കാവുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഞങ്ങൾക്ക് മധ്യ തിരുവിതാംകൂർ എടുത്താൽ ഇടുക്കിയിൽ വേണമെങ്കിൽ മത്സരിക്കാം, പത്തനംതിട്ടയിൽ വേണമെങ്കിൽ മത്സരിക്കാം, പിന്നെ കോട്ടയത്ത് മത്സരിക്കാം. പത്തനംതിട്ടയും ഇടുക്കിയും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്. സിറ്റിംഗ് സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും പരസ്പരം 2 കൂട്ടർക്കും താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയെ വരാറില്ല. അപ്പോൾ വേക്കൻ്റ് ആയിട്ടുള്ള ഏക സീറ്റ് എന്ന് പറയുന്നത് കോട്ടയമാണ്. അപ്പോൾ ഞങ്ങൾക്ക് കോട്ടയം ഓഫർ ചെയ്തു, ഞങ്ങളത് സ്വീകരിച്ചു, ഞങ്ങൾ മത്സരിക്കും. പിന്നെ കോട്ടയവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനൊരു വൈകാരിക ബന്ധമുണ്ട്. ഇവിടെ നിന്നാണ് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. തിരുനക്കര മൈതാനത്ത് സമുദായ ആചാര്യൻ മന്നത്തപ്പൻ അദ്ദേഹം തിരികൊളുത്തിയാണ് കേരള കോൺഗ്രസിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വൈകാരിക സ്ഥാപക നേതാവായിരുന്നു താങ്കളുടെ പിതാവ് KM ജോർജ്. അപ്പോൾ അദ്ദേഹം മന്നത്തിൻ്റെ വലത് ഭാഗത്തും ശ്രീ R ബാലകൃഷ്ണൻ അന്നത്തെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇടതുവശത്തും നിന്നാണ് ഈ തിരി തെളിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു വൈകാരിക ബന്ധമുള്ള കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടയം ഒരിക്കലും കേരള കോൺഗ്രസ്, ആരാണ് ഒറിജിനൽ കേരള കോൺഗ്രസ് എന്നുള്ള, ഞങ്ങളാണ് കേരള കോൺഗ്രസ് എന്ന നാമം വരുന്ന പാർട്ടി. ബാക്കികൾക്ക് ബ്രാക്കറ്റിൽ ഓരോ അക്ഷരങ്ങളുള്ള പാർട്ടിയാണ്. ഞാൻ അവരെയൊന്നും കുറച്ച് വില കുറച്ച് പറയുകയല്ല. പക്ഷേ കേരള കോൺഗ്രസ് എന്ന ഒറിജിനൽ പേരുള്ള പ്രസ്ഥാനം ശ്രീ പി.ജെ. ജോസഫ് നയിക്കുന്ന ഞങ്ങളുടെ പാർട്ടിയാണ്. അപ്പോൾ കേരള കോൺഗ്രസിനെ ഒരിക്കലും കോട്ടയത്തെ ജനങ്ങൾ കൈവിടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനുമപ്പുറം ഞങ്ങൾ UDFൻ്റെ ഭാഗം കൂടിയാണ്. അതായത് കഴിഞ്ഞ തവണ 1,06,000 വോട്ടിന് ജയിപ്പിച്ച് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിപ്പിച്ചു UDFൻ്റെ വോട്ടാണെന്ന് പറഞ്ഞു. അദ്ദേഹം കാലുമാറിയിട്ട് LDFിലേക്ക് പോകാൻ യാതൊരു മടിയും കാണിച്ചില്ല. ഇതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിനോട് ഞാനിപ്പോൾ കണ്ടിടത്തോളം വലിയൊരു പ്രതിഷേധം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് അണികൾക്കുണ്ട്. കാരണം അവരെല്ലാ വേദികളിലും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്, പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഞങ്ങളെ ഉപേക്ഷിച്ച് പോയി. സ്വാഭാവികമായും ഞങ്ങൾക്കതിനോട് കടുത്ത പ്രതിഷേധമുണ്ട്. അത് തീർച്ചയായിട്ടും പ്രതിഫലിക്കും ഈ തെരഞ്ഞെടുപ്പ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിനുമപ്പുറം ഈ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം, ഇന്നത്തെ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യം, ഈ സാഹചര്യങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ. ഇത് രണ്ടും കോട്ടയത്തെ നിന്നല്ല, കേരളത്തിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള വോട്ടർമാർ വിലയിരുത്തിയാൽ ദേശീയ തലത്തിൽ അധികാരത്തിലിരിക്കുന്ന NDAക്കോ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന LDFനോ വോട്ട് ചെയ്യാൻ അവർ തയ്യാറാകില്ല. സ്ഥിരം എന്താ പറയുക, ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്തിരുന്ന ഇടതുപക്ഷ അനുഭാവികൾ പോലും, കടുത്ത പാർട്ടി വർക്കർമാർ മാറ്റി ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, ഇടതുപക്ഷത്തെ സാധാരണഗതിയിലൊക്കെ ഒരു അനുഭാവപൂർവ്വം കാണുന്ന, അവർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന അനുഭാവികൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും. താങ്കൾ 10 വർഷം പാർലമെന്റ് മെമ്പറായിരുന്നു, ഇടുക്കിയെ പ്രതിനിധീകരിച്ചായിരുന്നു താങ്കൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം താങ്കൾ കേരള കോൺഗ്രസ് എന്ന് മാറി അവസാനം ജനാധിപത്യ കേരള കോൺഗ്രസ് വന്നു. അന്ന് LDFിലായിരുന്നു. കഴിഞ്ഞ തവണ ഈ പറയുന്ന തോമസ് ചാഴിക്കാട് മത്സരിക്കുന്ന സമയത്ത് താങ്കൾ മറുഭാഗത്തായിരുന്നു. ഇപ്പോൾ മറിഞ്ഞ് താങ്കൾ ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പം ഈ ജനങ്ങൾ ജയിപ്പിച്ചു കൊടുത്താൽ താങ്കൾ നാളെ മാറില്ല എന്നാണ് ഉറപ്പ്? ഞാൻ ഒരിക്കലും, അവിടെയാണ് പ്രശ്നം. പാർട്ടി രാഷ്ട്രീയമായി നമ്മൾ ഒരു ജനപ്രതിനിധി അല്ലാത്ത സമയത്തൊരു നിലപാടെടുക്കുന്നതും ഒരു ജനപ്രതിനിധിയായി ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെയോ ലേബലിൽ വന്നതിന് ശേഷം നമ്മളൊരു നിലപാടെടുക്കുന്നതിനും വലിയ വ്യത്യാസമുണ്ട്. ഞാൻ മാറിയെന്നുള്ളത് ശരിയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒരു മിനിമം മര്യാദ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രസ്ഥാനത്തിൽ നിന്ന്. അതായത് നമ്മളൊരു ധാരണ പറഞ്ഞാൽ, ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിച്ചിരിക്കണം. ഇപ്പോൾ 2010 ഞങ്ങൾ 2 വിഭാഗങ്ങൾ, മാണിസാർ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് എമ്മും PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ്, അന്ന് ഞങ്ങൾ കേരള കോൺഗ്രസ്സാണ്, ഞങ്ങൾ യോജിക്കാൻ തീരുമാനിച്ചു. വിശദമായി ചർച്ച ചെയ്ത് മുകൾ തലം മുതൽ ഏറ്റവും താഴെ തലം വാർഡ് വരെയുള്ള ഒരു എങ്ങനെയാണ് 2 പാർട്ടികൾ യോജിച്ച ഒരു സെറ്റപ്പ് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് ധാരണകളുണ്ടാക്കി. പിന്നീട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുന്നണിക്കകത്ത്, ഞങ്ങളന്ന് UDFൻ്റെ ഭാഗം, മുന്നണിക്കകത്ത് ധാരണയുണ്ടാകുന്നു, പാർട്ടിക്കകത്തും ധാരണയുണ്ടാകും. കാരണം 2 വിഭാഗങ്ങളാണല്ലോ യോജിച്ചത്. ആ 2 വിഭാഗത്തിലെ ആളുകൾ അക്കോമഡേറ്റ് ചെയ്ത് പോകണം. ഞങ്ങളോട് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ എഴുതി ഒപ്പിട്ട ധാരണകളൊന്നും തന്നെ പാലിക്കപ്പെടുകയുണ്ടായില്ല. അത് വലിയ കടുത്ത ബുദ്ധിമുട്ട് ഈ കേരള കോൺഗ്രസ് ജോസഫ് എന്ന് വിളിക്കുന്ന കേരള കോൺഗ്രസ് വിഭാഗത്തിലുണ്ടാക്കി. അത് മൂർച്ഛിച്ചാണ് ഞാനന്ന് ശ്രീ KM മാണി ചെയർമാനായിട്ടുള്ള പാർട്ടിയിൽ നിന്നും മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അല്ലാതെ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടല്ല. ഞാൻ MLA അല്ല, MP അല്ല, അന്ന് അങ്ങനെ ജനപ്രതിനിധിയല്ല. അന്ന് ഞങ്ങൾ വളരെ ശക്തമായ ഒരു നിലപാടെടുക്കാൻ ഞങ്ങൾ നിർബന്ധിതമായി ഞങ്ങൾ എടുത്തു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കണമെന്ന് എനിക്ക് വ്യക്തിപരമായി ഒരു താല്പര്യം ഉണ്ടായിരുന്ന ആളല്ല. ആ നിലപാട് തിരുത്താനൊരു അവസരം വന്നപ്പോൾ ഞാനത് തിരുത്തി. താങ്കളെപ്പോലെ സമുന്നതനായ ഒരു പാർലമെൻറ്റ് മെമ്പറായിരുന്ന ഒരാൾ, താങ്കൾ തന്നെ പല തവണ പല കേരള കോൺഗ്രസിലൂടെ മാറി വന്നു എന്ന്, അതായത് ഇല്ലില്ല, ഞാൻ വേറെ കേരള കോൺഗ്രസ് ഒന്നും മാറിയിട്ടില്ല. കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറയാം, അല്ല കേരള കോൺഗ്രസ്, അത് മാണിയുമായി യോജിക്കുന്നു. അല്ല, അത് പിന്നീടാണ് ഞാൻ പറയാം. കേരള കോൺഗ്രസ് ജോസഫ് മാണി ലയിക്കുന്നു. അത് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണല്ലോ, ഞാൻ മാത്രം മാറുകയല്ലോ ഇത്. പിന്നീട് കേരള കോൺഗ്രസ് M എന്ന് പറയുന്നത് അന്നേരം M ആയി. ആ M എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് ഞാൻ മാറി എന്നുള്ളത് ശരിയാണ്. എനിക്കതിനകത്ത് ആത്മാഭിമാനത്തോടെ നിൽക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോഴാണ് ഞാൻ മാറിയത്. അതൊരു കാലുമാറ്റോ കൂറുമാറ്റോ ഒന്നായിട്ട് കാണാൻ പറ്റില്ല. താങ്കളും മോഹൻ ജോസഫും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായും, വലിയ തർക്കങ്ങളുണ്ടായും, പൊട്ടിത്തെറി ഉണ്ടാകും. താങ്കൾ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞ വലിയ വാർത്ത ഉണ്ടായിരുന്നു എന്ന് നേരത്തെ.
ഇത് ഈ ഞാൻ ഇപ്പോൾ ഈ എന്താ പറയുക, ഇതിലുണ്ടാവുന്ന സമയത്ത് ഈ കേരള കോൺഗ്രസ് ഗ്രൂപ്പിന്റെ- എമ്മിലുണ്ടായിരുന്നു. ആ, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ തമ്മിൽ. അതൊക്കെ എന്തോ വെറും കെട്ടുകഥകളാണ്. കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയിൽ ഞങ്ങൾ രണ്ട് പാർട്ടികളും കൂടി യോജിച്ച് ഒരു പാർട്ടിയായതിനു ശേഷം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തോടാണ്. എമ്മുമായി പല കാര്യങ്ങളിൽ എന്ന് വെച്ചാൽ നമ്മൾ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ജില്ലാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്തിനു വേണ്ടിയിട്ടാണ് ജോസ് കെ മാണി, എന്ത് പറഞ്ഞാണ് ജോസ് കെ മാണിയും കൂട്ടരും ഈ UDF നിന്ന് പോയത്? അവർ പറഞ്ഞ കാരണം എന്താണ്? കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസും കേരള കോൺഗ്രസ്സുകളും വീതം വയ്ക്കുന്നു. 2.5 വർഷം കോൺഗ്രസ് പാർട്ടിയും അതിനുശേഷം 3 വർഷം, ആദ്യത്തെ 3 വർഷം അല്ല 2.5 വീതം, അല്ല 3ആണോ 2 ഞാൻ കൃത്യം ഓർക്കുന്നില്ല, കേരള കോൺഗ്രസ്സിന് 2 വർഷം കോൺഗ്രസ്സിന്. അതിനിടയിലാണ് വളരെ നാടകീയമായി ഈ കോൺഗ്രസ്സിന് കേരള കോൺഗ്രസ് മാറി കോൺഗ്രസ്സിന് കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഇടതുപക്ഷവുമായി ചേർന്ന് മാണി സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു അട്ടിമറി നടത്തി കേരള കോൺഗ്രസിൻ്റെ ആൾ ചെയർമാനായിട്ടിരുന്നത്. അത് കഴിഞ്ഞ് അവർ പുറത്തുപോയി, മാണി സാർ ഉൾപ്പെടെ പുറത്തുപോയി, മുന്നണിയിലൊന്നും പെടാതെ നിന്നു. അതിനുശേഷം വീണ്ടും ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരിച്ച് UDF വന്നു. അവരെ ഇടതുപക്ഷത്തെ എടുത്തില്ല, LDF എടുത്തില്ല. തിരിച്ചു വന്നു കഴിഞ്ഞ് ഈ പറയുന്ന ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് അത് കോൺഗ്രസ്സിന് കൊടുക്കുന്നു. പക്ഷെ ഒരു ധാരണയുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയിലെ ധാരണ എന്തായിരുന്നു? ആദ്യത്തെ 3 വർഷം കിട്ടുന്നതിൽ ആദ്യത്തെ 2 വർഷം പഴയ കേരള കോൺഗ്രസ് MLA ആൾക്കും അവസാനത്തെ 1 വർഷം പഴയ കേരള കോൺഗ്രസ് JLA ആൾക്കും ജോസഫ് വിഭാഗത്തിലെ ആൾക്കും കൊടുക്കുന്ന ധാരണയുണ്ടായിരുന്നു. ആ ധാരണ പാലിക്കാൻ അവസാനത്തെ 1 വർഷം വന്നപ്പോൾ രാജിവെച്ച് മാറാൻ തയ്യാറായില്ല. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. അത് പ്രശ്നം മൂർച്ഛിച്ച് അത് തർക്കമായപ്പോൾ UDF നേതൃത്വം തന്നെ ഇടപെട്ടു. നിങ്ങൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി അത് ചെയ്യണമെന്ന് പറഞ്ഞു. വളരെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ അവരത് ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ ചെയ്യാൻ തയ്യാറാകാതെ വന്നപ്പോൾ പറഞ്ഞു, UDF നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ട ഈ കാര്യം പാലിച്ചില്ല എങ്കിൽ നിങ്ങളെ അടുത്ത UDF യോഗത്തിൽ നിങ്ങളെ പങ്കെടുപ്പിക്കില്ല എന്നേ പറഞ്ഞുള്ളൂ. UDF നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞില്ല. പക്ഷേ ഞങ്ങളെ പുറത്താക്കി എന്ന് പറഞ്ഞ ഉടൻ തന്നെ മുന്നണി വിട്ടുപോയി. ഈ വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യും എന്ന് പറയുന്നത് സിദ്ധാന്തത്തിൽ കൂടിയാണല്ലോ കേരള കോൺഗ്രസ് ആ സിദ്ധാന്തം കേരള കോൺഗ്രസ് ഉണ്ടാക്കിയ സിദ്ധാന്തമല്ല, അത് ശ്രീ KM മാണി ഉണ്ടാക്കിയ സിദ്ധാന്തമാണ്. അദ്ദേഹമാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. അത് ഇപ്പോൾ എന്ത് സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. വളരും തോറും പിളരാനല്ല കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയത്, വളരാനും നല്ല നിലയിൽ പ്രവർത്തിക്കാനും കേരളത്തിനും കേരളത്തിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്കും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് കുറേ നേതാക്കന്മാർക്ക് വ്യക്തി താല്പര്യത്തിന് വേണ്ടി പിളരാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പാർട്ടിയല്ല. അതായത് ഈ അടുത്ത കാലത്ത് PC ജോർജ് പറയുകയുണ്ടായി, ഈ കേരള കോൺഗ്രസ് ഉണ്ടാക്കിയ കർഷകരുടെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത്. എന്നാൽ കർഷകരെ മുഴുവൻ ചതിച്ചുകൊണ്ട് ഉള്ളൊരു പാർട്ടിയാണ് ഈ കേരള കോൺഗ്രസ്. ഈ കേരള കോൺഗ്രസ് ഉണ്ടാക്കിയ അന്ന് മുതൽ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്താണ് അങ്ങനെയൊക്കെ പറയാൻ? അല്ല, അദ്ദേഹം എത്ര കാലം കേരള കോൺഗ്രസിൽ നിന്നു? കേരള കോൺഗ്രസ് 1964 ഉണ്ടാക്കിയത്. ഈ അടുത്ത കാലം വരെ, അതായത് 2010 യോജിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. അദ്ദേഹമുണ്ട്, മാണി സാറ്, ജോസഫ് സാറ്, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് യോജിക്കുന്നത്.